So first topic is depreciation. Depreciation is mandatory allowable as deduction. Depreciation reduction ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുന്ന അസറ്റ് ബിസിനസ് പർപ്പസിനോ പ്രൊഫഷനോ വേണ്ടി പ്രീവിയസ് ഇയറിൽ യൂസ് ചെയ്തിട്ടുണ്ടാകണം. ആ അസറ്റ് അസസ്സി ഹോളി അല്ലെങ്കിൽ പാർട്ട്ലി ഓൺ ചെയ്തിട്ടുണ്ടാകണം. ഇനി ഡെപ്രിസിയേഷൻ ഏത് എമൗണ്ടുമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂമ. ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം നേച്ചർ വരുന്ന അസറ്റ്, സെയിം റേറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അസറ്റിനെയാണ് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ആ ബ്ലോക്ക് ഓഫ് അസറ്റ് മുതൽ ഒരു പ്രിസ്ക്രൈബ്ഡ് റേറ്റിൽ അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂമേ നമ്മൾ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ റിട്ടേൺ ഡൗൺ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പ്രീവിയസ് ഇയറിലെ റിട്ടേൺ ഡൗൺ വാല്യൂ എടുക്കുക, അതിൽ നിന്നും പ്രീവിയസ് ഇയറിലെ ഡെപ്രിസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ കറണ്ട് പ്രീവിയസ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. അതിൻ്റെ ഒപ്പം പർച്ചേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പർച്ചേസ് കറണ്ട് പ്രീവിയസ് ഇയറിലെ പർച്ചേസ് ആഡ് ചെയ്യാം. അതിൽ നിന്ന് എന്തെങ്കിലും സെയിൽ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ WDV. ആ WDV മേലാണ് നമ്മൾ റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അഡീഷണൽ ഡെപ്രിസിയേഷൻ ഒരു കേസ് വരുന്നുണ്ട്. അഡീഷണൽ ഡെപ്രിസിയേഷൻ എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇഫ് ദ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് എക്വയർഡ് ഓർ ഇൻസ്റ്റാൾഡ് ആഫ്റ്റർ 31st March 2005 ആര് engage by an SSA engage in the business of manufacturing business or production business അല്ലെങ്കിൽ generation, transmission or distribution of power. ഈ 3 കാറ്റഗറിയിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന SSA ആണെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഫ്ലാറ്റ് 20% അഡീഷണൽ ഡെപ്രിസിയേഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി പൊട്ട് യൂസിന് ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ, പ്രീവിയസ് ഇയറിൽ ലെസ് ദാൻ 180 ഡേയ്സ് ആണ് ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി യൂസ് ചെയ്തതെങ്കിൽ 20% ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പകുതി 10% ഈ വർഷം നമുക്ക് അഡീഷണൽ ഡെപ്രിസിയേഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 10% നെക്സ്റ്റ് പ്രീവിയസ് ഇയറിൽ അഡീഷണൽ ഡെപ്രിസിയേഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ചില കേസിൽ അഡീഷണൽ ഡെപ്രിസിയേഷൻ അലൗ ചെയ്യില്ല. എന്തൊക്കെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലാണ്? ഷിപ്സിൽ, എയർക്രാഫ്റ്റിൽ, റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിളിൽ, ഓഫീസ് അപ്ലയൻസസ്, ഇതിലൊന്നും അഡീഷണൽ ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി ആ പ്ലാന്റ് ആൻഡ് മെഷീനറി മുൻപ് ഏതെങ്കിലും വേറെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലാകാം, ഇന്ത്യക്ക് പുറത്താകാം, വേറെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും അഡീഷണൽ ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ദെൻ മെഷീനറി ഓഫീസ് പ്രൊമൈസിലോ റെസിഡൻഷ്യൽ അക്കോമഡേഷനിലോ ഗസ്റ്റ് ഹൗസിലോ ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അഡീഷണൽ ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി ആക്ച്വൽ കോസ്റ്റ്, ആ മെഷീനറിയുടെ ആക്ച്വൽ കോസ്റ്റ് മൊത്തത്തിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലും അഡീഷണൽ ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇലസ്ട്രേഷൻ 1 നോക്കാം. Mr. X, a proprietor engaged in manufacturing business, furnishes the following particulars. So, manufacturing business ആണ്. മാനുഫാക്ചറിങ് ബിസിനസ് ആകുമ്പോൾ തന്നെ അവിടെ അഡീഷണൽ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആസ് ഓൺ 1st April 2021 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് WDV ആസ് ഓൺ 31st March 2021 ആഫ്റ്റർ റെഡ്യൂസിങ് ഡെപ്രിസിയേഷൻ ഫോർ പ്രീവിയസ് ഇയർ 2021. സോ പ്രീവിയസ് ഇയറിലെ ഡെപ്രിസിയേഷൻ റെഡ്യൂസ് ചെയ്തിട്ടുള്ള വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ്ഡ് ആൻഡ് പുട്ട് ടു യൂസ് ഓൺ 8/6/2021. സോ ജനറലി പറയാനാണെങ്കിൽ 4th October മുതൽ 31st March വരെ 180 ഡേയ്സിന് കുറവാണ്. അതിന് മുന്നേ ആണ് പർച്ചേസ് ചെയ്തതെങ്കിൽ 180 ഡേയ്സിന് കൂടുതലാണ് 4th October മുതൽ. സോ 8th July ആകുമ്പോൾ ഇത് 180 ഡേയ്സിനേക്കാളും കൂടുതലാണ്. സോ ഫുൾ റേറ്റ് നമുക്ക് ചാർജ് ചെയ്യാം. ദെൻ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്വയർഡ് ആൻഡ് പുട്ട് ടു യൂസ് ഓൺ 15th December. സോ 4th October കഴിഞ്ഞിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ 15th December മുതൽ 31st March 2022 വരെ ആണെങ്കിൽ 180 ഡേയ്സിന് കുറവാണ്. സോ നമുക്ക് ഹാഫ് റേറ്റ് ഡെപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റും. ദെൻ കമ്പ്യൂട്ടർ അക്വയർഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് ഇൻ ദ ഓഫീസ് പ്രൊമൈസസ്. സോ നമുക്ക് ഇതുമേൽ അഡീഷണൽ ഡെപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. ഫുൾ റേറ്റ് 20% ചാർജ് ചെയ്യാം. ദെൻ ഇതുമേലും ഹാഫ് റേറ്റ് ചാർജ് ചെയ്യാം. ദെൻ കമ്പ്യൂട്ടറാണ്, ഓഫീസ് പ്രൊമൈസസിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓഫീസ് പ്രൊമൈസസിൽ ഇൻസ്റ്റാൾ ചെയ്ത് എന്താ പറഞ്ഞത്? അഡീഷണൽ ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ഇതിനകത്ത് ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം, അഡീഷണൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ട് ദി എമൗണ്ട് ഓഫ് ഡെപ്രിസിയേഷൻ
and additional depreciation as per the Income Tax Act for the assessment year 22-23, assume that all the assets were purchased by way of account paid check. ഈ അക്കൗണ്ട് പേ ചെക്ക് എന്ന് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10,000 മുകളിൽ ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോർഷന് മേലെ നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിരിക്കുന്നത് എല്ലാ അസറ്റും അക്കൗണ്ട് പേ ചെക്ക് വഴിയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നതെന്ന്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സൊല്യൂഷനിലേക്ക് പോകാം. ഫസ്റ്റ് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? WDV, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ WDV കണ്ടുപിടിക്കണം. ഇവിടെ എത്ര ബ്ലോക്ക് ഉണ്ട്? നമുക്ക് 2 ബ്ലോക്ക് ഉണ്ട്. ഒന്ന് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ബ്ലോക്ക്, 2 കമ്പ്യൂട്ടറിൻ്റെ ബ്ലോക്ക്. സോ ഫസ്റ്റ് നമുക്ക് WDV കാൽക്കുലേറ്റ് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് WDV ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി കമ്പ്യൂട്ടർ. ഓപ്പണിംഗ് ബാലൻസ് എത്ര? പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഓപ്പണിംഗ് ബാലൻസ് 30 lakhs. ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ്ഡ് ആൻഡ് പുട്ട് ടു യൂസ് ആഡ് ചെയ്യുക, 20 lakh ആഡ് ചെയ്യുക. ദെൻ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി എക്വയർഡ് ആൻഡ് പുട്ട് ടു യൂസ് ഓൺ 15th, പുതിയത് പർച്ചേസ് ചെയ്തു, അതും ആഡ് ചെയ്യുക, 8 lakh ആഡ് ചെയ്യുക. ദെൻ കമ്പ്യൂട്ടർ എക്വയർഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് ഇൻ ഓഫീസ് പ്രൊമൈസസ് 3 lakh, WDV കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതും ആഡ് ചെയ്യുക. സോ WDV ആസ് ഓൺ 31st March 2022 എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ടോട്ടൽ 58 lakh, കമ്പ്യൂട്ടറിൻ്റെ ടോട്ടൽ 3 lakh. ഇനി നമുക്ക് ഡിപ്രിസിയേഷനും അഡീഷണൽ ഡിപ്രിസിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാം. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് നോർമലി ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് 15% ആണ്. കമ്പ്യൂട്ടറിന് എത്ര? 40% ആണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ നോർമൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ജനറൽ റേറ്റ് എന്ന് പറയുന്നത് 15%, ദെൻ കമ്പ്യൂട്ടറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 40%. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം നോർമൽ ഡിപ്രിസിയേഷൻ. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ നോർമൽ ഡിപ്രിസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ പറഞ്ഞു 8th 6th പർച്ചേസ് ചെയ്തത് മോർ ദാൻ 180 days ആണ്. സോ ഫുൾ റേറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാം. അതേസമയം 15th December പർച്ചേസ് ചെയ്തത് ലെസ് ദാൻ 180 days ആണ്. സോ ഹാഫ് റേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുമേൽ നമുക്ക് ഫുൾ റേറ്റ് ആയ 15% ക്ലെയിം ചെയ്യാം. ഇതുമേൽ നമുക്ക് എത്ര? പകുതി 7.5% ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ ടോട്ടൽ WDV എത്രയാണ്? 58 lakhs ആണ്. അപ്പോൾ 58 lakhs മൈനസ് 8 lakh ചെയ്യുമ്പോൾ 50 lakh നമുക്ക് ഫുൾ റേറ്റ് ആയ 15% ക്ലെയിം ചെയ്യാം. 15% on 50 lakh because it is put to use for more than 180 days. 7,50,000. ഇനി 8 lakh അതിൻ്റെ പകുതി 7.5% depreciation ക്ലെയിം ചെയ്യാം. 7.5% on 8 lakh because it is put to use for less than 180 days, 60,000. Then കമ്പ്യൂട്ടറിൻ്റെ നോർമൽ ഡിപ്രിസിയേഷൻ 2nd Jan 2022 ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതായത് ലെസ് ദാൻ 180 days. ഈ 180 days എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആ വർഷത്തെ 31st March 2022 വരെ, അതായത് 2nd January 2022 മുതൽ 31st March 2022 വരെ. ഇറ്റ് ഈസ് ലെസ് ദാൻ 180 days. സോ കമ്പ്യൂട്ടറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 40% ആണ്. 40%ൻ്റെ പകുതി 20% ആണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. സോ 20% ഓഫ് 3 lakh 60,000. ഓക്കെ, ദെൻ അഡീഷണൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അഡീഷണൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വർഷം പർച്ചേസ് ചെയ്തത് മേലാണ്, WDV മേലല്ല. പർച്ചേസ് ചെയ്ത മെഷീനറി മേലാണ് അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ്ഡ് ഓൺ 8th July 21. ഇതിൽ നമുക്ക് എത്ര? ഇറ്റ് ഈസ് മോർ ദാൻ 180 days. സോ ഫ്ലാറ്റ് ആയിട്ട് 20% നമുക്ക് ക്ലെയിം ചെയ്യാം. 20 lakhൻ്റെ 20% because it is put to use for more than 180 days. Then purchased on 15th December, less than 180 days ആയതുകൊണ്ട് 20% ഫ്ലാറ്റ് റേറ്റ് കിട്ടില്ല. 10%, അതിൻ്റെ പകുതി 10% അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും, 80,000. ഇവിടെ മാനുഫാക്ചറിങ് ബിസിനസ് ആയതുകൊണ്ടാണ് അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അതേസമയം കമ്പ്യൂട്ടറിന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. എന്താ? ഓഫീസ് പ്രൊമൈസസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ഫൈനൽ ആൻസർ 12,90,000, 60,000. സോ ഇലസ്ട്രേഷൻ നമ്പർ 3 നോക്കാം. ഡിപ്രിസിയേഷനും അഡീഷണൽ ഡിപ്രിസിയേഷനുമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്.
സോ പുട്ട് യൂസിൻ്റെ ഡേറ്റാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്തിനു വേണ്ടി? 180 ഡേയ്സിന് മുന്നേ ആണെങ്കിൽ 180 ഡേയ്സിനേക്കാളും കുറവാണെങ്കിൽ ആ റേറ്റിൻ്റെ പകുതിയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 180 ഡേയ്സിനേക്കാളും കൂടുതൽ പുട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ. അതിന് നമുക്ക് പുട്ട് യൂസിൻ്റെ കോളമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ നമുക്ക് എത്ര ബ്ലോക്ക് ഉണ്ട് ഇവിടെ? കമ്പ്യൂട്ടർ ഒരു ബ്ലോക്ക്, കമ്പ്യൂട്ടർ UPS, കമ്പ്യൂട്ടർ പ്രിൻ്റർ, ബുക്സ് ഒരു ബ്ലോക്ക്, ദെൻ ഓഫീസ് ഫർണിച്ചർ വേറെ ബ്ലോക്ക്, ലാപ്ടോപ്പ് സെയിം ബ്ലോക്ക്. ഇതെല്ലാം പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ബ്ലോക്കിലാണ് വരുന്നത്. കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ്സും ബുക്സും ലാപ്ടോപ്പും. ദെൻ ഫർണിച്ചർ സെപ്പറേറ്റ് ഫർണിച്ചർ ബ്ലോക്ക് ഓഫ് ദ റേറ്റ് 10%ലാണ് വരുന്നത്. സോ ഫസ്റ്റ് കമ്പ്യൂട്ടർ നോക്കാം. കമ്പ്യൂട്ടർ ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പുട്ട് യൂസ് 1st October. സോ 1st October 4th Octoberന് ശേഷമാണെങ്കിൽ ലെസ് ദാൻ 180 ഡേയ്സും അതിന് മുന്നെയാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ മോർ ദാൻ 180 ഡേയ്സും. സോ 1st October 21 പർച്ചേസ് ചെയ്തത്. സോ മോർ ദാൻ 180 ഡേയ്സ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ റേറ്റ് എത്ര? 40%. 35,000ൻ്റെ 40% ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. കമ്പ്യൂട്ടർ UPS 8th October പുട്ട് യൂസ്. സോ ലെസ് ദാൻ 180 ഡേയ്സ്. സോ 40%ൻ്റെ പകുതി 20% ക്ലെയിം ചെയ്യാം. സോ 8,500 into 20%. ദെൻ കമ്പ്യൂട്ടർ പ്രിൻ്റർ 1st October ലെസ് ദാൻ 180 ഡേയ്സ് ആണ്. മോർ ദാൻ 180 ഡേയ്സ് ആണ്. സോ ഫുൾ റേറ്റ് 40% ക്ലെയിം ചെയ്യാം. 12,500 into 40%. ദെൻ ബുക്സ് അതർ ദാൻ ആനുവൽ പബ്ലിക്കേഷൻസ് ആർ ഓഫ് 12,000 അതിൻ്റെ ആവശ്യമില്ല. സോ 13,000 1st April 21 പർച്ചേസ് ചെയ്തത്. മോർ ദാൻ 180 ഡേയ്സ് ആണ്. സോ ഫുൾ 40% ബുക്സിൽ ക്ലെയിം ചെയ്യാം. ദെൻ ലാപ്ടോപ്പും പ്ലാന്റ് ആൻഡ് മെഷീനറി കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണ്. സോ റേറ്റ് 40% ആണ്. ഇവിടെ പുട്ട് യൂസ് ലെസ് ദാൻ 180 ഡേയ്സ് ആയതുകൊണ്ട് 40യുടെ പകുതി 20% ആണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഓഫീസ് ഫർണിച്ചറിൻ്റെ റേറ്റ് എത്രയാണ്? 10% ആണ്. ഇവിടെ പുട്ട് യൂസ് മോർ ദാൻ 180 ഡേയ്സ് ആണ്. സോ 10% തന്നെ ക്ലെയിം ചെയ്യാം. സോ ടോട്ടൽ ഡിപ്രിസിയേഷൻ അലൗ ചെയ്തിരിക്കുന്നത് 64,500. സോ TYK1 നോക്കാം. Mr. Venus engaged in manufacture of pesticides furnishes the following particulars relating to its manufacturing unit. So manufacturing unit ആണ് HNI for the year ending. So manufacturing unit ആയതുകൊണ്ട് തന്നെ additional depreciation ഉണ്ടാകും. Okay, WDV of plant and machinery on 31st March 21 തന്നിട്ടുണ്ട്. Depreciation including additional depreciation for previous year 2021 തന്നിട്ടുണ്ട് 4.75. സോ WDV കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞ വർഷത്തെ WDVയിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യണം. ഓക്കെ, ദെൻ 1st October ന്യൂ മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡിസംബറിലും ന്യൂ മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ദെൻ കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എല്ലാ അസറ്റ്സും പർച്ചേസ് ചെയ്തിരിക്കുന്നത് അക്കൗണ്ട് പേ ചെക്ക് വഴിയാണ്. സോ ഡിപ്രിസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാം. ദെൻ എല്ലാ അസറ്റ്സും പുട്ട് യൂസ് ഇമ്മീഡിയറ്റ്ലി പർച്ചേസ് ചെയ്ത ഡേറ്റിൽ തന്നെ പുട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, യൂസിന് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ദെൻ ന്യൂ മെഷീനറി പർച്ചേസ്ഡ് ഓൺ 1st December 21. സോ 1st December 21 പർച്ചേസ് ചെയ്ത മെഷീനറി ആൻഡ് കമ്പ്യൂട്ടറും ഹാവ് ബീൻ ഇൻസ്റ്റാൾഡ് ഇൻ ദ ഓഫീസിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓഫീസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ഡിപ്രിസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ഈ രണ്ട് ഐറ്റത്തിന് മേലെ നമുക്ക് അഡീഷണൽ ഡിപ്രിസിയേഷൻ കിട്ടില്ല. ഡ്യൂറിങ് ദ ഇയർ എൻഡ് 31st March 2021 കഴിഞ്ഞ വർഷം എ ന്യൂ മെഷീനറി ഹാസ് ബീൻ പർച്ചേസ്ഡ് ഓൺ 31st October 2020 ഫോർ 10 lakh. സോ കഴിഞ്ഞ വർഷം 31st October 10 ലക്ഷത്തിന് ഒരു മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തു. അഡീഷണൽ ഡിപ്രിസിയേഷൻ ബിസൈഡ്സ് നോർമൽ ഡിപ്രിസിയേഷൻ അവിടെ ക്ലെയിം ചെയ്തു. ഈ ഡേറ്റ എന്തിനാണ് തന്നിരിക്കുന്നത്? കഴിഞ്ഞ വർഷം അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്തു എന്ന് പറയുന്നു. ഇവിടെ പുട്ട് യൂസ് 31st October മുതൽ 31st March വരെ ലെസ് ദാൻ 180 ഡേയ്സ് അല്ലേ. അപ്പോൾ ലെസ് ദാൻ 180 ഡേയ്സ് ആകുമ്പോൾ കഴിഞ്ഞ വർഷം 20%ൻ്റെ പകുതി 10% ആയിരിക്കില്ലേ ക്ലെയിം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 10% അഡീഷണൽ ഡിപ്രിസിയേഷനാണ് ക്ലെയിം ചെയ്തത്. നമ്മൾ അഡീഷണൽ ഡിപ്രിസിയേഷൻ്റെ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞു ലെസ് ദാൻ 180 ഡേയ്സാണ് പുട്ട് യൂസ് എങ്കിൽ ഈ വർഷം പകുതിയെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി പകുതി അടുത്ത വർഷം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ 10 ലക്ഷത്തിൻ്റെ 10% 1 ലക്ഷം കഴിഞ്ഞ വർഷം ക്ലെയിം ചെയ്തു, ബാക്കി 1 ലക്ഷം അഡീഷണൽ ഡിപ്രിസിയേഷനായിട്ട് ഈ വർഷം ക്ലെയിം ചെയ്യാൻ പറ്റും.
Okay. Then depreciation rate for machinery 15%. Compute the depreciation available to the assessee as per the provisions of Income Tax Act and WDV of different block of assets. Assume that he does not offer section 115 BAC. Okay. So നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, WDV of block of assets കണ്ടുപിടിക്കണം. ഇവിടെ എത്ര ഇതുണ്ട്, ബ്ലോക്ക് ഉണ്ട്, 2 ബ്ലോക്ക് ഉണ്ട്, പ്ലാൻ ആൻഡ് മെഷീനറി ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. സോ ഫസ്റ്റ് പ്ലാൻ ആൻഡ് മെഷീനറിയുടെ WDV കാൽക്കുലേറ്റ് ചെയ്യാം. സോ WDV, കമ്പ്യൂട്ടേഷൻ ഓഫ് WDV ഓഫ് പ്ലാൻ ആൻഡ് മെഷീനറി. WDV ഓഫ് പ്ലാൻ ആൻഡ് മെഷീനറി on 31st March 21, 30 lakhs. ദെൻ ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ 4.75 മൈനസ് ചെയ്യാം. അതിൻ്റെ ഒപ്പം പുതിയ മെഷീനറി പർച്ചേസ് ചെയ്തത് ആഡ് ചെയ്യാം, 2 മെഷീനറിയും ആഡ് ചെയ്യാം. ദെൻ കമ്പ്യൂട്ടർ പർച്ചേസ്ഡ്, കമ്പ്യൂട്ടറിൻ്റെ കൊളുത്തി കൊടുക്കാം. സോ യു വിൽ ഗെറ്റ് ദ 31st March 2022 WDV കിട്ടും, പ്ലാൻ ആൻഡ് മെഷീനറിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും. ഇതുമേലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2 ടൈപ്പ് ഉണ്ട്, നോർമൽ ഡിപ്രിസിയേഷൻ ഉണ്ട്, അഡീഷണൽ ഡിപ്രിസിയേഷൻ ഉണ്ട്. സോ ഫസ്റ്റ് ബ്ലോക്ക് 1 എടുക്കുക, പ്ലാൻ ആൻഡ് മെഷീനറി ബ്ലോക്ക് 1 എടുക്കുക. പ്ലാൻ ആൻഡ് മെഷീനറിയിൽ എത്ര റേറ്റ് ഡിപ്രിസിയേഷൻ, 15% ആണ്. സോ ഫസ്റ്റ് നോർമൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ മെഷീനറി പർച്ചേസ് ഓൺ 1st സെപ്റ്റംബറിൽ പർച്ചേസ് ചെയ്ത മെഷീനറിയാണ്. 4th October മുതലാണ് ലെസ് ദാൻ 180 days. സോ ദിസ് അസറ്റ് ഈസ് പുട്ട് ടു യൂസ് ഫോർ മോർ ദാൻ 180 days. സോ ഫുൾ റേറ്റ് ക്യാൻ ബി ക്ലെയിം. But in the case of machinery purchased on 1st December, it is put to use for less than 180 days. So അതിൽ നമുക്ക് എത്ര % ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, പകുതിയെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. 15% പകുതി 7.5 ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ നോക്കാം, 43.25 നിന്നും WDVയിൽ നിന്നും ഈ അസറ്റിനെ മാത്രം മാറ്റാം, 8 lakh മാറ്റാം. ബാക്കി മേൽ 15% ക്ലെയിം ചെയ്യാം. Because it is put to use for more than 180 days. 8 ലക്ഷത്തിന് മേൽ 7.5% ക്ലെയിം ചെയ്യാം, പകുതി ക്ലെയിം ചെയ്യാം, 0.6. Then additional depreciation ഇതിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പർച്ചേസ് ചെയ്ത മെഷീനറി മേലാണ് അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുന്നത്. സോ ഫസ്റ്റ് സെപ്റ്റംബറിൽ പർച്ചേസ് ചെയ്ത മെഷീനറി മേൽ ഫ്ലാറ്റ് 20% ക്ലെയിം ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഇസ് പുട്ട് ടു യൂസ് ഫോർ മോർ ദാൻ 180 days. ദെൻ 1st December പർച്ചേസ് ചെയ്ത മെഷീനറിയുമേ നമുക്ക് അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഓൾറെഡി പറഞ്ഞു, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ ഓഫീസ്. ദെൻ നെക്സ്റ്റ് നേരത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെയുണ്ട്. കഴിഞ്ഞ വർഷത്തെ അഡീഷണൽ ഡിപ്രിസിയേഷൻ 1 ലക്ഷം ഈ വർഷം ബ്രോ ഡൗൺ ചെയ്യണം. സോ അത് നമുക്ക് ഈ വർഷം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ അത് മെഷീനറി പർച്ചേസ് ഓൺ 31st October 2020. It is a balance additional depreciation which should be claimed in the current previous year. So 10 lakh into 10%. So total plan and machinery total depreciation എന്ന് പറയുന്നത് 8.89 lakhs. Then next block എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടർ മേൽ എത്ര % കമ്പ്യൂട്ടർ, 40%. ഇറ്റ് ഈസ് പുട്ട് ടു യൂസ് ഫോർ എത്ര, ലെസ് ദാൻ 180 days ആണ്. ഓക്കെ, 31st January പർച്ചേസ് ചെയ്യുന്നത്. സോ ലെസ് ദാൻ 180 days ആയതുകൊണ്ട് തന്നെ 40 അല്ല 20% ആണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. സോ 4 lakhൻ്റെ 20%, 0.8. ഇൻ ദിസ് കേസ് ഇവിടെയും നമുക്ക് കമ്പ്യൂട്ടർ മേൽ അഡീഷണൽ ഡിപ്രിസിയേഷൻ പറ്റില്ല, ബിക്കോസ് കമ്പ്യൂട്ടർ ഹാവ് ബീൻ ഇൻസ്റ്റാൾഡ് ഇൻ ദ ഓഫീസ്. Question number 2. Mr. Abhimanyu is engaged in the business of generation and distribution of electric power. He opted to claim depreciation on written down value for income tax purpose. From the following details, compute the depreciation allowable as per the provisions of Income Tax Act 1961 for the assessment year 22-23, assuming that he does not opt for section 115 BAC. So depreciation calculate ചെയ്യാം. WDV of block as on 31st March 21 തന്നിട്ടുണ്ട് 50 lakhs, 15% ആണ് റേറ്റ് ആപ്ലിക്കബിൾ. ദെൻ ആ വർഷത്തെ ഡെപ്രിസിയേഷൻ തന്നിട്ടുണ്ട്, ഡെപ്രിസിയേഷൻ നമ്മൾ മൈനസ് ചെയ്യണം. ദെൻ ന്യൂ മെഷീനറി പർച്ചേസ് തന്നിട്ടുണ്ട്, ആഡ് ചെയ്യണം. ദെൻ മെഷീനറി ഇമ്പോർട്ടഡ് ഫ്രം കൊളംബോ, ഇമ്പോർട്ട് ചെയ്തതിൽ നമുക്ക് ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം, പക്ഷേ അഡീഷണൽ ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ്, അതിനൊരു ഇൻഫർമേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ്
This machine had been used only in Colombo earlier and SSC is the first user in India. കൊളംബോയിൽ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഇന്ത്യക്കുള്ളിലായാലും ഇന്ത്യക്ക് പുറത്തായാലും യൂസ് ചെയ്തിട്ടുള്ളൊരു അസറ്റ് ആണെങ്കിൽ അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നമുക്ക് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. The new computer installed in generation wing. ജനറേഷൻ വിങ്ങിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, അവിടെ നമുക്ക് അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. ഓൾ അസറ്റ്സ് ഫോർ പർച്ചേസ്ഡ് ബൈ അക്കൗണ്ട് പേയ്ഡ് ചെക്ക്. സോ നമുക്ക് WDV കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര ബ്ലോക്ക് ഉണ്ട്? 2 ബ്ലോക്ക് ഉണ്ട്, മെഷീനറി ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. സോ കമ്പ്യൂട്ടറിൻ്റെ WDV എന്ന് പറയുന്നത് വേറെ ഡീറ്റെയിൽസ് ഒന്നും തരാത്തതുകൊണ്ട് 2. ദെൻ മെഷീനറിയുടെ WDV നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. WDV ഓഫ് ബ്ലോക്ക് ആസ് ഓൺ 31st March 2021 50 lakh. അതിൽ നിന്നും ആ വർഷത്തെ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യാം. ദെൻ ന്യൂ മെഷീനറി പർച്ചേസ് ചെയ്തത് ആഡ് ചെയ്യാം. ദെൻ മെഷീനറി ഇമ്പോർട്ട് ചെയ്തതും ആഡ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് 61.5 lakhs ആസ് WDV ആസ് ഓൺ 31st March 2022. ഇനി ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. നോർമൽ ഡിപ്രിസിയേഷൻ ഉണ്ട്. നോർമൽ ഡിപ്രിസിയേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മെഷീനറിയിൽ 15% ആണ്. സോ ഫസ്റ്റ് ഓക്കെ 12th October 2021 പർച്ചേസ് ചെയ്തത് ലെസ് ദാൻ 180 days ആണ്. സോ അവിടെ നമുക്ക് ഫുൾ റേറ്റ് 15% ഫുൾ റേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ അത് മാറ്റി നിർത്താം. ദെൻ 12th April 2021 ഒരെണ്ണം ഇമ്പോർട്ട് ചെയ്തത്, ഇത് മോർ ദാൻ 180 days ആണ്. അവിടെ നമുക്ക് ഫുൾ റേറ്റ് 15% ക്ലെയിം ചെയ്യാൻ പറ്റും. സോ WDV 61.5ൽ നിന്നും 10 മൈനസ് ചെയ്യുമ്പോൾ 51.5 ലാക്കിൻ്റെ 15% ഡിപ്രിസിയേഷൻ കൊടുക്കാം. Then on machinery purchased on 12th October 2021, only half rate is applicable. So 7.5% of 10 lakh 75,000. Then additional depreciation ഇതിലൊക്കെ ക്ലെയിം ചെയ്യാം. പർച്ചേസ് ചെയ്ത മെഷീനറിയിൽ ന്യൂ മെഷീനറി പർച്ചേസ്ഡ് ഓൺ 12th October ലെസ് ദാൻ 180 days ആണെങ്കിൽ എത്ര % ക്ലെയിം ചെയ്യാം? നോർമലി ഫ്ലാറ്റ് റേറ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ഡിപ്രിസിയേഷന് 20% ആണ്. ലെസ് ദാൻ 180 days ആണെങ്കിൽ 10%. സോ 10 ലാക്കിൻ്റെ 10% ക്ലെയിം ചെയ്യാം. അതേസമയം ഇമ്പോർട്ട് ചെയ്ത മെഷീനറിയിൽ നമുക്ക് അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി യൂസ്ഡ്. ഇന്ത്യക്കുള്ളിലായാലും ഇന്ത്യക്ക് പുറത്തായാലും യൂസ് ചെയ്ത മെഷീനറി ആണെങ്കിൽ അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ടോട്ടൽ ഡിപ്രിസിയേഷൻ 9,47,500. ദെൻ നെക്സ്റ്റ് ഇസ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ കേസ് പറയാനാണെങ്കിൽ നോർമൽ ഡിപ്രിസിയേഷൻ എത്രയാണ്? 40%. ഇവിടെ 15th 7/21 അപ്പോൾ മോർ ദാൻ 180 days ആണ്. സോ ടോട്ടൽ 40% 2 ലാക്കിൻ്റെ ക്ലെയിം ചെയ്യാം നോർമൽ ഡിപ്രിസിയേഷൻ. അതേസമയം ഇവിടെ ജനറേഷൻ വിങ് ആയതുകൊണ്ട് തന്നെ, പവറിൻ്റെ ജനറേഷൻ വിങ് ആയതുകൊണ്ട് തന്നെ അഡീഷണൽ ഡിപ്രിസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മോർ ദാൻ 180 days. സോ ഫ്ലാറ്റ് റേറ്റ് 20% അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം 1,20,000. സോ ടോട്ടൽ ചെയ്യുമ്പോൾ 10,67,500 ആണ് ടോട്ടൽ ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി.